പൂരുരുട്ടായ നക്ഷത്രം. പൂരുരുട്ടായ നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്. നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ നല്ല ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾ നല്ല സോഷ്യലുമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്ത് പറയണത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളെ നല്ല അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ല ചാമുമാണ്. പക്ഷെ നിങ്ങളുടെ വീക്ക്നെസ് പറയുന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കില്ല. നിങ്ങളുടെ ഈഗോ നിങ്ങളെ വളരെ രീതിയിൽ നശിപ്പിക്കാറുണ്ട്. എനിക്ക് ഫ്രീഡം വേണം എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ വർക്ക് പരമായിട്ട് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നന്നായിട്ട് തന്നെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ നല്ലൊരു ടെസ്റ്റിംഗ് എന്തായാലും ഒക്ടോബറിൽ ഉണ്ടാകും. അതിലെന്തായാലും വിജയം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ മൈനർ ഫിനാൻഷ്യൽ ആർഗ്യുമെൻ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതൊക്കെ ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് ഓവർ തിങ്ക് ചെയ്തതും നിങ്ങൾക്കൊരു പ്രശ്നമായി. ഉറക്കക്കുറവ് നിങ്ങൾക്കും എന്തായാലും ഒക്ടോബറിൽ ഒരു പ്രശ്നമായിട്ടുണ്ടാവും. ഈ നവംബറിൽ എന്തായാലും ജോലിപരമായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസിൽ നല്ല രീതിയിൽ തന്നെ ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ബിസിനസ്സിൽ എന്തായാലും നെറ്റ്വർക്കിംഗ്, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് അതൊക്കെ എന്തായാലും ഫേവറബിൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. നവംബറിൽ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിലും തുടങ്ങുന്നതിനൊപ്പം കൊളാബറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. സാമ്പത്തികമായിട്ട് സ്റ്റഡി ഗ്രോത്ത് ആണ്. വെറുതെ ലക്ഷറി ഐറ്റംസ് വാങ്ങിയിട്ട് കാര്യമില്ല. അതെന്തായാലും സാമ്പത്തികം ഡൗൺ ആക്കുന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതുകൊണ്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. റിലേഷൻഷിപ്പ് പ്രകാരം നിങ്ങൾക്ക് പുതിയൊരു അട്രാക്ഷൻ ഉണ്ടാവും. അത് വലിയ കാര്യവുമില്ല, എന്നാലും കുറേയൊക്കെ മുന്നോട്ട് കുറച്ച് പോവും. പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായാലും ഉണ്ട്. കാരണം മൂഡ് സ്വിങ്സ് ഉണ്ടാവണം കൊണ്ട് വളരെയേറെ പ്രശ്നങ്ങൾ ഒക്ടോബറിൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എന്തായാലും പരസ്പരം നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കും. അതുപോലെ ഫാമിലി പാർട്ട്ണർ ഡിസ്കഷൻ ഇതെന്തായാലും ഒന്ന് ബോണ്ട് ഉണ്ടാക്കും. നിങ്ങളുടെ സ്വാതന്ത്ര്യം അതുപോലെ റെസ്പെക്റ്റും എന്തായാലും നിങ്ങളുടെ ഈഗോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സക്സസ്സും ഉണ്ടാവും. ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്തായാലും വെൽത്ത് ഭാഗത്ത് നിങ്ങൾക്ക് എന്തായാലും ലക്ക് ഉണ്ട്. റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും നവംബറിൽ ഒഴിവാക്കിക്കോളൂ. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഇല്ലാത്തതാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ബുധനാഴ്ചകളിൽ രാഹു മന്ത്രം എന്തായാലും ജപിക്കുക. അതുപോലെ തന്നെ അമ്പലം വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. മൈനർ സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റാമിന വലിയ പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി ഗുഡ് തന്നെയായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വിചാരിച്ച പോലെയുള്ളൊരു സ്റ്റാമിന നിങ്ങൾക്ക് എന്തായാലും നവംബറിലും കിട്ടില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഫ്രീഡം, പേഷ്യൻസ്, സ്മാർട്ട് നെറ്റ്വർക്കിംഗ് ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും.